സുധിച്ചേട്ടൻ ആ ഷോയിൽ ഉണ്ടായിരുന്നപ്പോൾ പോലും അത്രയും ആരാധകർ സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഷോ പോയിരുന്ന സമയത്ത് എന്തിനാണ് സുധീനെ ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പോലും പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആ ഷോയ്ക്കകത്ത്. പലരും 2-3 പേരെ നമുക്ക് അതിനകത്ത് ചെറിയ ഡിസിപ്ലിനറി പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഷിയാസ് ചെറിയൊരു കാര്യം ഉണ്ടെങ്കിലും പ്രൊവോക്ഡ് ആവും. ഷിയാസ് അതുപോലെ പ്രൊവോക്ഡ് ആയിട്ട് 1-2 പ്രാവശ്യം ഷോയെന്ന് ഷിയാസിന് മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. ലക്ഷ്മിയുടെ അടുത്ത് തന്നെ 2-3 പ്രാവശ്യം രേണു പറഞ്ഞതിന് ശേഷമാണ് ലക്ഷ്മി അത് അപ്രോച്ച് ചെയ്യാൻ തീരുമാനിക്കുന്നത്. അത് പിന്നെ ഒരു കോണ്ടന്റ് ആയിട്ട് വന്നു. അതാണ് ആൾക്കാർക്ക് അത് പിടിക്കാഞ്ഞത്. സൂപ്പർ ഷോയിൽ ഇപ്പോൾ നേരത്തെ ബോച്ചയുടെ കാര്യം പറഞ്ഞല്ലോ, സൂപ്പർ ഷോയിൽ പവിഴത്തിൻ്റെ ആൾക്കാർ ഉണ്ടായിരുന്നു. ഇവർ ബോച്ചയിൽ നിന്നുള്ളൊരു ഇതായിട്ട് ബോച്ച കുറച്ചും കൂടെ വൈബ്രൻ്റ് ആയിരുന്നു. ഇവരെ കുറച്ചും കൂടെ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിരുന്നൊരു ശ്രമം എന്തെങ്കിലും നടത്തില്ല? ഇങ്ങനെ ഒരു ഷോ ആണെന്നെങ്കിലും പറഞ്ഞില്ലേ? ആരെ? പവിഴം അരിക്കാർ. അവര് ബോച്ച കുറച്ച് ആക്റ്റീവ് ബിസിനസ് മാൻ ആണെങ്കിലും കുറച്ചും കൂടെ ആക്റ്റീവ് ആയിരുന്നു. ബോച്ച പക്ഷേ അതിൽ സ്പോൺസർ അല്ലായിരുന്നു. നമ്മൾ ആ സമയത്ത് ഓൺലൈനിലൊക്കെ കത്തി നിൽക്കുന്ന സമയത്താണ് വിളിച്ചുകൊണ്ടിരുന്നത്. പവിഴം സ്പോൺസറാണ്, ഞങ്ങളുടെ ടൈറ്റിൽ സ്പോൺസറാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിൽ ഇൻ്റഗ്രേഷൻ അങ്ങനെയൊക്കെ വന്നത്. ആ ഒരു ടീം തന്നെ. അതെ അതെ. സ്റ്റാർ മാജിക്കിന് അപേക്ഷിച്ച് സൂപ്പർ ഷോയിലേക്ക് പോകുമ്പോൾ ഒരുപാട് ഗസ്റ്റുകൾ, നമ്പർ ഓഫ് ഗസ്റ്റിൻ്റെ എണ്ണം കൂടുതലാണ്. പിന്നെ അതിന് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള സമീപനങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്ന് എങ്ങനെയാണ് പ്രേക്ഷകരുടെ ഇപ്പോഴത്തെ ഒരു സ്വീകാര്യത? പ്രേക്ഷകർ ഇപ്പോഴും സ്റ്റാർ മാജിക് വേണമെന്നാണ് പറയുന്നത്. അവരുടെ ഒരു മൈൻഡിൽ ഞങ്ങളൊരു വേറെ ഷോ ചെയ്യാനാണ് ശ്രമിച്ചത് ആക്ച്വലി. അപ്പോൾ ഇത്രയും നല്ല ടാലൻസിനെ എന്തിനു ഒഴിവാക്കണം എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് സൂപ്പർ ഷോയിൽ ഇവരെ ഇൻവൈറ്റ് ചെയ്യുന്നതും. അപ്പോൾ എല്ലാവരും ആദ്യം വിചാരിച്ചു സ്റ്റാർ മാജിക്കാണ് തുടങ്ങാൻ പോകുന്നത്. ആക്ച്വലി അതല്ലായിരുന്നു നമ്മുടെ തോട്ട്. പക്ഷെ പലരും വിളിച്ച് പറയുകയും അങ്ങനെയുള്ള ഒരുപാട് ഫീഡ്ബാക്കൊക്കെ കിട്ടി. ഞങ്ങൾ കുറച്ച് സംഭവങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തേണ്ടി വന്നു. കാരണം അതിലുള്ള ആർട്ടിസ്റ്റുകൾ എവിടെ ചെന്നാലും സ്റ്റാർ മാജിക്കാണ് ആൾക്കാർക്ക് കാണുന്നത്. അവരുടെ എക്സ്പെക്റ്റേഷൻ അങ്ങനെയാണ്. അവർ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അവരുടെ ഇത്. മനസ്സിൽ അങ്ങനെ അങ്ങ് പ്രതിഷ്ഠിച്ചു പോയി. അപ്പോൾ നമ്മളൊരു സ്റ്റാർ മാജിക്ക് അത്രയും ഹൈപ്പിൽ നിന്നിട്ട് വേറൊരു ഷോ ചെയ്യുമ്പോൾ ഒരിക്കലും അതിൻ്റെ വലിപ്പത്തിലേക്ക് വരാൻ സമയമെടുക്കും. അത് പെട്ടെന്നൊരു ദിവസം കൊണ്ടൊന്നും ഗ്രാജുവലി വർക്കായതല്ല. സ്റ്റാർ മാജിക്ക് 7 കൊല്ലം റുട്ടീനായി പോയതാണ്. ഇത് ആക്ച്വലി ഒരു 15 എപ്പിസോഡേ ഇപ്പോൾ ഫിനിഷ് ആയിട്ടുള്ളൂ. അപ്പോൾ അതൊരു ഗ്രോയിങ് സ്റ്റേജിലാണ്. അപ്പോൾ എല്ലാവർക്കും സ്റ്റാർ മാജിക് പോലുള്ള ഒരു ലൈവ് കോമഡി ഗെയിംസൊക്കെയാണ് ആൾക്കാർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഞാൻ ചെയ്യുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നു സ്റ്റാർ മാജിക്കിൻ്റെ അടുത്ത പതിപ്പാണ്. ആക്ച്വലി അതല്ല. സ്റ്റാർ മാജിക് നമ്മൾ ഫ്ലോയേഴ്സിൽ ചെയ്തു, അതവിടെ കഴിഞ്ഞു. സൂപ്പർ ഷോ വേറൊരു കുറച്ചും കൂടിയും ഒരു ഇത്രയും ആർട്ടിസ്റ്റുകൾ ഒന്നിക്കുന്നൊരു ഹബ്ബ്, അവിടെ ഒരു ഷോ നടക്കുന്നു എന്നുള്ളൊരു ഫോർമാറ്റ് മാത്രമേ നമ്മളതിനകത്ത് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഗെയിം എവിടെ എന്നാണ്? അതെ 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 അതെ. ഗെയിം ആക്ച്വലി ഞങ്ങൾ കണ്ടുപിടിച്ച് തളർന്നു. ഇനി വേറെ ഗെയിമില്ല. ഗെയിം വരുന്നുണ്ട് അവിടെ നിന്നൊക്കെ. ഒരുപാട് പേര് ഗെയിമൊക്കെ പറയുമ്പോൾ ആക്ച്വലി ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് പേര് എനിക്ക് ഇപ്പോഴും അയച്ചിരുന്നുണ്ട്. ഈ ഗെയിം ചെയ്തൂടെ, അയാളെ വിളിച്ച് ഇത് ചെയ്തൂടെ. അതൊക്കെ ഒരു ഫീഡാണത്. പലതും ഞാൻ നല്ല സംഭവങ്ങൾ നമ്മളെടുത്ത് ചെയ്യാറുണ്ട്. അതിനകത്ത് തങ്കച്ചനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുടെ ആപ്ലിക്കൻസ്. തങ്കച്ചൻ ആക്ച്വലി ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. തങ്കച്ചൻ്റെതായ കാരണങ്ങൾ കൊണ്ട് പേഴ്സണൽ ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തങ്കച്ചൻ ഒരു വലിയ ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. എന്താണ് പ്ലാനൊന്നും എനിക്കറിയില്ല. ബ്രേക്കാണെന്ന് പറഞ്ഞു. ഏതെങ്കിലും പാർട്ടിസിപ്പൻസിനെ കുറച്ചാൾ മാറ്റി നിർത്തിയിട്ട് ഇതിന് പറ്റില്ല, ആപ്റ്റാകുമ്പോൾ തിരിച്ച് വിളിക്കുക, അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? പറ്റാന്നല്ല, പലരും 2-3 പേരെ നമുക്ക് അതിനകത്ത് ചെറിയ ഡിസിപ്ലിനറി പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കാലയളവ് കഴിയുമ്പോൾ തിരിച്ച് വിളിച്ചിട്ടുമുണ്ട്. നമ്മൾ സന്തോഷത്തോടെ തിരിച്ച് വീണ്ടും അവർക്ക് തന്നെ ഒരു വേർപൂട്ടലായിരിക്കും. ഫാമിലിയിൽ നിന്ന് മാറി നിൽക്കുന്നു, ഒരു ഫാമിലിയിൽ നിന്ന് പുറത്താക്കിയ ഫീലായിരിക്കും. അല്ല, നമ്മൾ ടോട്ടലി എപ്പോഴും അതിനകത്തൊരു ഫ്രണ്ട്ലി അപ്രോച്ച് ആണെങ്കിൽ പോലും എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. ആ ഒരു ബൗണ്ടറി ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും വർക്കാവില്ല.
ഇയാളെ വിളിക്കണ്ടായിരുന്നു എന്ന് തോന്നിയ ഒരു ഗസ്റ്റ് ഉണ്ടോ? ഞാൻ പേര് പറയുന്നില്ല, വിളിക്കണ്ടായിരുന്നു എന്ന് തോന്നിയൊരു സോനിയ ഗസ്റ്റ് ഉണ്ട്, അതിന് പേര് പറയാൻ പറ്റില്ല. പേര് പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. അതെ. പുള്ളി അകത്ത് നിന്ന് ഇപ്പോൾ സാധാരണ എല്ലായിടത്തും പെരുമാറുന്നത് പോലെ തന്നെയാണ് പെരുമാറിയത്. പുള്ളിക്ക് എന്തോ എക്സ്ട്രാ, പുള്ളി തന്നെ പുള്ളിയുടെ റേറ്റിങ്ങിന് വേണ്ടി ബൂസ്റ്റ് ചെയ്യാനാണോ അതിൽ വന്നിട്ട്? അത് പറഞ്ഞാൽ കുറച്ച് കോൺട്രവേഴ്സി ആവും. ഇതിന്റെ താഴെ തന്നെ ആൾക്കാർ വന്ന് ഈ ആരാടാ അതൊക്കെ പറയാൻ ചോദിച്ചോളയും. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കിയായിരിക്കും കുറച്ചുകൂടെ നല്ലത് നമുക്കും. അപ്പം അതോടൊപ്പം നമുക്കിപ്പോൾ ഒരുപാട് ഇപ്പം ഇന്ന് സുചേട്ടനെ നമുക്കൊരിക്കലും വിസ്മരിക്കാൻ പറ്റില്ല. അതിലുള്ള ഏറ്റവും വലിയ അഭിവാജ്യ ഘടകമായിരുന്നു. ഒരുപാട് സൗഹൃദങ്ങളുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ അഭാവം എങ്ങനെയായിരുന്നു? സുചേട്ടൻ്റെ അഭാവം ഒരിക്കലും നമുക്ക് നികത്താൻ പറ്റില്ല. ആക്ച്വലി സുധിച്ചേട്ടൻ ആ ഷോയിൽ ഉണ്ടായിരുന്നപ്പോൾ പോലും അത്രയും ആരാധകർ സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷമാണ് ആരാധകർ ഇത്രയും അധികം ഉണ്ടെന്ന് നമ്മൾ റിക്കഗ്നൈസ് ചെയ്യുന്നത്. ആ സമയത്ത് ഷോ പോയിരുന്ന സമയത്ത് എന്തിനാണ് സുധീനെ ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പോലും പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആ ഷോയ്ക്കകത്ത്. പക്ഷേ സുധിച്ചേട്ടൻ്റെ ഒരു ഇന്നസെൻസും ആ ഒരു സുധിച്ചേട്ടൻ ചുമ്മാ ഇരുന്ന് ചിരിച്ചാൽ മതി, ആ ഇന്നസെൻസിൽ തന്നെ ഒരുപാട് പേര് കാണാനും ആസ്വദിക്കാനും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. ആ സമയത്ത് ചീത്ത വിളിക്കുന്നവരും ഉണ്ടായിരുന്നു. മെജോറിറ്റി ആ സമയത്ത് ചീത്ത വിളിക്കുന്നവരും ഉണ്ടായിരുന്നു. പക്ഷേ സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ തന്നെ മനസ്സിലാക്കിയത് സുധിച്ചേട്ടൻ ഇത്രയധികം ഫാൻസ് ഉണ്ടായിരുന്നു എന്ന്. അത്രയധികം ഫാൻസ് സുധിച്ചേട്ടൻ ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ സുധിച്ചേട്ടൻ വേറൊരു റേഞ്ചിലെത്തേണ്ട ആളായിരുന്നു. ഒരു ചോദ്യം, ഇപ്പം സുധിച്ചേട്ടനുമായിട്ട് കണക്ട് ചെയ്തൊരു മറ്റൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ സുധിച്ചേട്ടന് ഇത്രയധികം ഫാൻസ് ഉണ്ട്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫാമിലി ഇപ്പം വളഞ്ഞിട്ട് ആക്രമിക്കും. അവർ ഒരു വകയും ചെയ്യാൻ നിവർത്തിയില്ലാത്ത രീതിയിൽ വളഞ്ഞിട്ട് ആക്രമിക്കണം. അവരുടെ രീതിയിൽ ജീവിക്കട്ടെ. അതെ, നമുക്ക് ആരുടെ ലൈഫിലോ ആൾക്കാരുടെ കരിയറിലോ കയറി ഇടപെടാനോ അതിനകത്ത് അഭിപ്രായം പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇപ്പോൾ അവർക്കൊന്നാമത് ജീവിക്കണം. അതെ, ജീവിക്കണമെങ്കിൽ പൈസ വേണം. ആക്ച്വലി നമ്മൾ പലയിടത്തുനിന്നും 2-3 ജോലികളൊക്കെ സെറ്റായി കൊടുത്തതായിരുന്നു. അപ്പോൾ അവർ അതിനകത്ത് അൺഫിറ്റ് അല്ല എന്ന് പറഞ്ഞിട്ടാണ് അതിൽ നിന്ന് ബാക്കൗട്ട് ചെയ്യുകയും പിന്നെ ഈ ഫീൽഡിലേക്ക് പോകുന്നതും. ഇപ്പോൾ വീഡിയോസൊക്കെ വന്ന അതിനെപ്പറ്റി എനിക്ക് ഡീറ്റെയിൽ അറിയില്ല. ആ സമയത്ത് നമ്മൾ സുചേട്ടൻ മരിച്ച സമയത്ത് ജോലി കൊടുക്കാൻ, ഈവൻ ഗവൺമെൻറ്റിൽ തന്നെ ജോലി കൊടുക്കാനുള്ള ഒരു നീക്കമൊക്കെ ഉണ്ടായിരുന്നു. അതെവിടെ എത്തിയെന്ന് എനിക്കറിയത്തില്ല ഇപ്പോൾ. പക്ഷേ അവർക്ക് അവരുടെ തൊഴിലാണ്. നമുക്ക് ആൾക്കാരെ വിമർശിക്കാൻ ഒരു റൈറ്റും ഇല്ല. നമുക്ക് അഭിപ്രായം പറയാം. അതെ, അതൊരു ലിമിറ്റ് കടന്നു പോകുന്നതാണ്, അവരെ വലിയ രീതിയിൽ ബാധിക്കുന്ന രീതിയിൽ. ലിമിറ്റ് കടന്നു പോകുന്നുണ്ട്. അത് എന്തിനാണ് ഇത്രയും വളഞ്ഞിട്ട് ആക്രമിക്കണമെന്ന് എനിക്കറിഞ്ഞൂടാ. എപ്പോഴെങ്കിലും സ്റ്റാർ മാജിക്കിൽ അവരെ കൊണ്ടുവരണമെന്ന് വന്നിട്ടുണ്ടല്ലോ, 2-3 എപ്പിസോഡ് വന്നിട്ടുണ്ട്. അല്ലാതൊരു ഏതെങ്കിലും പാർട്ടിസിപ്പൻറ്റ് എപ്പോഴെങ്കിലും ഒരു കുറച്ച് നാൾ സൂപ്പർ ഷോയിലോ എന്തെങ്കിലും? ഇല്ല, നമ്മളത് സ്റ്റാർ മാജിക്കിൽ ആ സമയത്ത് 1-2 എപ്പിസോഡ് ചെയ്തു. എപ്പോഴും ഒരാളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് സങ്കടവും അതൊക്കെ പറയേണ്ട ആവശ്യമില്ല. ഈ ഒരു കോമഡി ട്രാക്കിൽ തന്നെ അവർ അത് സിങ്ക് ആവുന്ന തരത്തിലേക്ക് ഉള്ളൊരു അങ്ങനെ ഒരു കാസ്റ്റിംഗ് വരണ കാലഘട്ടത്തിൽ നമുക്ക് ആലോചിക്കാം. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മളിപ്പം ലക്ഷ്മി നക്ഷത്രം അങ്ങോട്ട് പോയ സമയത്തും ഇപ്പോൾ ഇതിൻ്റെ ഒരു സ്പ്രേ ഉണ്ടാക്കിയ സമയത്തും ഒക്കെ നിരവധി വലിയ തരത്തിലുള്ള ഒരു ആരോപണങ്ങളൊക്കെയാണ് ഉണ്ടായത്. അപ്പോൾ അതിനെ ഇപ്പോൾ എങ്ങനെയാണ് ഒരു അല്ല, ഞാൻ ഇതിൻ്റെ ബാക്കനിൽ നിൽക്കുന്ന ആളാണ് ഇതുകൊണ്ടും ഇതിനെപ്പറ്റി അറിയുന്ന ആളായതുകൊണ്ടും. ആക്ച്വലി സുധിയുടെ വീടുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു ആ സമയത്ത്. വീട് പണി തീരുന്ന ആ സമയത്തൊക്കെ ആക്ച്വലി സുധി ചേട്ടൻ മരിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേ രേണു ഇതുപോലുള്ളൊരു ആശയം പറഞ്ഞിരുന്നു, എനിക്ക് ആരെങ്കിലും ഒന്ന് ചെയ്തു തരണം അങ്ങനെയുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് പേര് അപ്രോച്ച് ചെയ്ത് വന്നിട്ടുണ്ട് പല സൈഡിൽ നിന്നും. കാരണം പുറത്തുനിന്നായിരുന്നു കൂടുതലും അതിൻ്റെ ഇത് വന്നിരുന്നത്. അപ്പോൾ ലക്ഷ്മിയുടെ അടുത്ത് തന്നെ 2-3 പ്രാവശ്യം രേണു പറഞ്ഞതിന് ശേഷമാണ് ലക്ഷ്മി അത് അപ്രോച്ച് ചെയ്യാൻ തീരുമാനിക്കുന്നത്. എനിക്കും ഇതിനെപ്പറ്റി കൂടുതൽ അറിയില്ലായിരുന്നു. അപ്പോൾ ഇത് കേട്ടപ്പോഴാണ് അവിടുന്ന് ഇവിടുന്നൊക്കെ ആൾക്കാർക്ക് എനിക്കും കുറച്ച് മെസ്സേജൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഇന്നൊരാൾ അവിടെ ഉണ്ട്. പക്ഷെ എനിക്ക് ആ സമയത്ത് അതൊന്നും ടേക്കപ്പ് ചെയ്യാൻ പറ്റില്ല. പിന്നെയാണ് ലക്ഷ്മി ഇങ്ങനെ വീഡിയോ ചെയ്ത് വരുമ്പോൾ ഞാൻ കാണുന്നത്. ആക്ച്വലി എനിക്കത് വളരെ പുതുമയായിട്ട് തോന്നി. ആദ്യമായിട്ട് ഒരാൾ ഇങ്ങനെ മുമ്പും ചെയ്യുന്നുണ്ടായിരുന്നു.
അദ്ദേഹത്തിൻ്റെ പിന്നെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയപ്പോഴാണ് ഇതൊരു വലിയൊരു സംരംഭമായിരുന്നു, ഒരുപാട് പേര് ഫോളോ ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായി. അത് രേണുവിൻ്റെ ആവശ്യപ്രകാരമാണ് അത് ചെയ്തത്. അത് ആൾക്കാർ ആവശ്യമില്ലാത്ത രീതിയിൽ വളച്ചൊടിച്ചിട്ടുണ്ട്. സ്റ്റാർ മാജിക്കിലെ തന്നെ ഒരു മുൻ ഗസ്റ്റ് തന്നെ ഇതൊരു ഇമോഷണൽ ഡ്രാമയാണെന്നൊക്കെ രീതിയിൽ അത് വേണ്ടിയിരുന്നില്ല എന്നൊക്കെ തോന്നിയിട്ടില്ലേ? അങ്ങനെയൊക്കെ ഏതാ അവിടെ പോയി ഒരു സ്പ്രേ നിർമ്മിച്ചു കൊടുത്തത്? സ്പ്രേ നിർമ്മിച്ചത് എനിക്ക് അങ്ങനെ ഡ്രാമയായിട്ട് ഫീൽ ചെയ്തില്ല. ആക്ച്വലി ലക്ഷ്മി രേണു തമ്മിലുള്ള ഒരു ബന്ധമായിരുന്നു അതിനകത്ത്. അത് പിന്നെ ഒരു കോണ്ടന്റ് ആയിട്ട് വന്നു. അതാണ് ആൾക്കാർക്ക് അത് പിടിക്കാഞ്ഞത്. അതല്ലെങ്കിൽ ആരും ഇതിനെപ്പറ്റി അറിയത്ത പോലും ഇല്ലായിരുന്നു. ഇപ്പോൾ ദുബായിലൊക്കെ പറയുന്നുണ്ട്, 2-3 പേരൊക്കെ എൻ്റെ ഇതായിട്ട് റിലേറ്റ് ചെയ്ത ആൾക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് കണ്ടതിന് ശേഷം പലരും അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. അതിന് വേറൊരു അതർ സൈഡും കൂടി ഉണ്ട് അതിനകത്ത്. നമ്മൾ ഈ പുതുമയായതുകൊണ്ട് ആൾക്കാർക്ക് ചിലപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള എല്ലാത്തിനും പല വശങ്ങളുണ്ടല്ലോ, ഒരു വശം മാത്രമല്ല അതിനകത്തുള്ളൂ. പലരും പല രീതിയിൽ വ്യാഖ്യാനിച്ചെടുക്കുക അവരുടെ ഒരു ചിന്തയ്ക്കനുസരിച്ച്. സൂപ്പർ ഷോയിൽ നമുക്ക് ഇനി ഇപ്പം ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട്. ഇപ്പം ഗസ്റ്റിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ആങ്കറിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഒക്കെ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇനി എന്തൊക്കെ മാറ്റങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ? പുതിയ മാറ്റങ്ങൾ ഒരു മൾട്ടി സൂപ്പർ ഷോ ഒരു ഗ്രോയിങ് സ്റ്റേജിലാണ്, അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ കുറേ നാളുകൾക്ക് ശേഷമാണ് പ്രോഗ്രാംസ് വരുന്നത്. 1.5 കൊല്ലത്തോളം കേരളത്തിൽ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നില്ല. അപ്പം അതിനുശേഷം കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഒരു ഷോ വരുന്നത്. ഇപ്പോഴെ തന്നെ നമുക്ക് ആ ഷോയിൽ പല സ്കിറ്റുകളും പല സെഗ്മെൻറ്റ്സും മില്യൺസ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ചുരുങ്ങിയ കാലങ്ങൾ 10-15 എപ്പിസോഡ് കൊണ്ട് ഇത്രയും സ്കിറ്റുകളൊക്കെ മില്യൺ ഹിറ്റ് ചെയ്യണത് വലിയൊരു കാര്യമാണ്. കാര്യം ഒരു 2 കൊല്ലം റീച്ച് ഇല്ലാത്തൊരു ചാനലിൽ പ്രോഗ്രാംസിന് റീച്ച് ഇല്ലാത്ത സമയത്ത് അവിടെ ഒരു പ്രോഗ്രാം വന്ന് അത് റീച്ച് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട്. പക്ഷേ എന്നാലും ഞാൻ സമ്മതിക്കാം, സ്റ്റാർ മാജിക്കിൻ്റെ ആ ലെവലിലല്ല നിൽക്കുന്നത്. ഇത് ഇനിയും ഗ്രോ ചെയ്യാനുണ്ട്, ഗ്രോ ചെയ്ത് വരും. അത് അതിനുള്ള ശ്രമത്തിലാണ് നമ്മൾ. പുതിയ മാറ്റങ്ങൾ വീണ്ടും വരാൻ സാധ്യതയാണ്. ഇടയ്ക്ക് മിഥുൻ ചേട്ടനൊക്കെ വന്നിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു മൾട്ടി ആങ്കർ ഷോ ആയിട്ട് ചിലപ്പോൾ പ്രതീക്ഷിക്കാൻ വകയുണ്ടോ? മൾട്ടി ആങ്കർ ഷോ ആയിട്ട് മാറില്ല, പക്ഷേ ഇതിനകത്ത് വേറെ ഒരുപാട് സെഗ്മെന്റ്സുകളും കാര്യങ്ങളൊക്കെ വരും. ഇപ്പോൾ സ്റ്റാർ മാജിക്കിലെ ഗെയിമോടൊപ്പം തന്നെ വേറൊരു ഘടകമുണ്ട്, ചാട്ട. എന്താ ആക്ച്വലി എന്ത് മെറ്റീരിയൽ വെച്ചാണ് ഉണ്ടാക്കുന്നത്? അത് സീക്രട്ടാണ്. അത് ഇന്നും അങ്ങനെ ആർക്കും അറിയില്ല. ആർക്കും അറിയാതെ പലർക്കും അറിയായിരിക്കും. സിനിമാറ്റിക് വ്യൂവിൽ അത് പെർഫെക്റ്റ് ആണ്. അത് ശരിക്കും വേദന എടുക്കുന്നൊരു സംഭവമാണ്. പക്ഷെ ആർട്ടിസ്റ്റിന്റെ ആംഗിളിൽ പലർക്കും വേദന എടുത്തിട്ടുണ്ട്, എടുക്കാത്തവരുണ്ട്. മിക്സഡ് ഒപ്പീനിയനാണ്. അത് വേദന എടുക്കുന്ന പറഞ്ഞാൽ അടിക്കുന്ന കൊണ്ടുള്ള വേദനയല്ല, അതിന്റെ പല ഏരിയാസും ടച്ച് ചെയ്യുന്ന ഏരിയകൾ മാറുമ്പോൾ ചിലപ്പോൾ വേദന എടുക്കും. അത് ഇതിന് നിയമമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇടുപ്പിന് മുകളിൽ അടിക്കാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും ഒന്ന് പരാതി പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് വേദന എടുത്ത് ഇനി ഇത് ഇങ്ങനെ അടിക്കരുത് എന്നൊക്കെ പറഞ്ഞ് പരാതി പരിഭവമെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ല, പരാതി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇല്ല അതിനകത്തില്ല. ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഞങ്ങൾ ചാട്ടൊക്കെ മാറ്റുന്ന സമയത്ത് ചിലപ്പോൾ അതിൻ്റെ മെറ്റീരിയലൊക്കെ ചിലപ്പോൾ മാറുമ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ അടുത്ത് പറയും. സ്റ്റാർ മാജിക്കിലെ പാർട്ടിസിപ്പൻസിനെ നമ്മൾ പല രീതിയിൽ കാറ്റഗറൈസ്, അതിലൊരു ഫിലോസഫറിനെ കണ്ടെത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരിക്കും കണ്ടത്? വലിയ കാര്യങ്ങൾ പറയുന്നു. അത് പിൻവടി വലിയാണ്. എനിക്ക് അങ്ങനെ ഒരു കാര്യത്തെ അങ്ങനെ വലുതാക്കി പറഞ്ഞ് ഒരു ജഡ്ജ്മെന്റൽ ലൈനിലേക്ക് പോകാനുള്ളൊരു ടെൻഡൻസി ഇടയ്ക്ക് വരാറുണ്ട്. ഓക്കെ. ഒരു സഹായി എപ്പോഴും വിളിച്ചാലും ഓണാണ്. സഹായി ബിനീഷ് ബാസ്റ്റിൻ. ആര് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും അതിലുള്ള എല്ലാ ബിനീഷ് ബാസ്റ്റിൻ ആക്ച്വലി അതിനകത്ത് എല്ലാവരും സഹായിക്കുന്ന ഒരാളാണ്. ബിനീഷ് ഇപ്പോൾ പൈസയ്ക്കാണെങ്കിലും വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കാണെങ്കിലും അവരെ കൂടെ നിന്ന് അവർക്കത് ചെയ്തു കൊടുക്കണം. ഞാൻ പലരും കണ്ടിട്ടുണ്ട്, പലരും വന്ന് എൻ്റെ അടുത്ത് പറയാറുണ്ട്. ഒരു മെജോറിറ്റി ആർട്ടിസ്റ്റിനെ ബിനീഷ് ഹെൽപ്പ് ചെയ്തിട്ട്. ബിനീഷ് ബാസ്റ്റിൻ ഭയങ്കര സെൻസിറ്റീവ് ആണ് അല്ലേ? ഇല്ല, സെൻസിറ്റീവ് ഒന്നുമില്ല. ബിനീഷ് ബാസ്റ്റിൻ ഷോയിൽ ഒരാളാണ്, പുറത്ത് ഭയങ്കര സാധാരണക്കാരൻ ഒരാളാണ്. പിന്നെ നമ്മുടെ ഒരു ഇതിൽ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് ഇപ്പം പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ബ്രോ ഇതിനെ സോൾവ് ചെയ്ത് പരിഹരിക്കാറുണ്ട്. എന്നാൽ ആ നമ്മുടെ പാർട്ടിസിപ്പൻസിൻ്റെ ഇടയിൽ നിന്ന് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ സോൾവ് ചെയ്ത് പരിഹരിക്കാനുള്ള ടാലൻ്റ് ഉള്ള ഒരാളാണ്. ആരാണ്? പരസ്പരം സംസാരിച്ച് അതിനകത്ത് സോൾവ് ചെയ്ത് പരിഹരിക്കൽ, എന്തെങ്കിലും ഒരു ചെറിയ വിഷയം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിച്ചൊന്ന് പരിഹരിക്കുക.
അത് അതിനകത്ത് കുറച്ച് കുറവാണ്. കാരണം ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് അവർ ഒരു കാര്യം വന്നാലും അങ്ങനെ ലീഡർഷിപ്പ് എടുക്കുന്ന ആൾക്കാരല്ല. എല്ലാം നമ്മൾ ഡിപ്പെൻഡൻ്റ് ആയിട്ട് നമ്മൾ ഒരുമിച്ച് തീരുമാനം എടുക്കുകയാണ് കൂടുതലും സംഭവിക്കാറ്. കാരണം നമ്മൾ പ്രൊഡക്ഷൻ ഹെഡ് ചെയ്യുമ്പോൾ അവർ അങ്ങനെ സജഷൻസ് മാത്രം പറയും പലരും. ലക്ഷ്മി നക്ഷത്രത്തെ കടത്തി വിട്ടുന്നൊരു ആങ്കർ ഇതിനകത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടെന്ന് സംശയം തോന്നുന്ന അങ്ങനെ ആരെങ്കിലും ഒരു പാർട്ടിസിപ്പൻ്റ് ഉണ്ടോ? അതിനകത്തില്ല. ഇല്ല. സ്റ്റാർ മാജിക്കിലില്ല. തള്ള്, നല്ല തള്ളുകാരൻ അല്ലെങ്കിൽ തള്ളുകാരി എപ്പിസോഡിൽ എല്ലാവരും തള്ളാറുണ്ട്. അല്ലാതെ പക്ഷെ ഫുൾ ടൈം തള്ളു, ഫുൾ ടൈം തള്ളുന്ന ഒരാള് ഇല്ല. അങ്ങനെ ഒരു എക്സ്ട്രാ കയറ്റി പറയുന്നു, 2 എണ്ണം എക്സ്ട്രാ കയറ്റി പറയുന്ന പറയാറുണ്ട്. ഷിയാസൊക്കെ ഇടയ്ക്ക് പറയാറുണ്ട്. ഷിയാസ് ഭയങ്കര സെൻസിറ്റീവും. ഷിയാസ് സെൻസിറ്റീവാണ്, എന്തും സംഭവിക്കാം. ഷിയാസ് ചെറിയൊരു കാര്യം ഉണ്ടെങ്കിലും പ്രൊവോക്ഡ് ആവും. ഷിയാസ് അതുപോലെ പ്രൊവോക്ഡ് ആയിട്ട് 1-2 പ്രാവശ്യം ഷോയെന്ന് ഷിയാസിന് മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് പല പ്രശ്നങ്ങൾ കൊണ്ട്. പിന്നെ അത് തന്നെ പറഞ്ഞ് നമ്മൾ എപ്പിസോഡിൽ പറഞ്ഞ് തിരിച്ചു വിളിച്ചിട്ടുണ്ട്. കുട്ടികളുടെ സ്വഭാവമാണ്. അതെ അതെ. ഒരു പക്ക മാന്യൻ, ജെന്റിൽമാൻ അങ്ങനെ തോന്നുകയാണെങ്കിൽ? പക്ക മാന്യൻ ജെന്റിൽമാൻ തോന്നുകയാണെങ്കിൽ അത് തങ്കച്ചൻ പക്ക മാന്യമായിട്ട് തോന്നും, തെറ്റിദ്ധരിക്കപ്പെടും. അതെ അതെ അതെ, പക്ക മാന്യാണ്. അല്ലല്ലോ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും. അതെ. ഇപ്പോൾ ഒരു സിനിമ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൊരു റൊമാൻറ്റിക് ഹീറോ നമ്മൾ അതിൽ നിന്ന് പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ ആരെ പിക്ക് ചെയ്യും? റൊമാൻറ്റിക് ഹീറോ എന്ന് പറഞ്ഞാൽ ഇത് മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും എല്ലാവരും കോമഡി ചെയ്യുന്ന ആളാണ്. നമ്മളെന്നാലും റൊമാൻസ് അതിലകത്ത് വർക്കൗട്ട് ചെയ്യാൻ നോക്കുന്നത്. അതെ, പക്ഷെ അത് റൊമാൻറ്റിക് കോമഡിയാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. അതെ, എന്നാലും ഇയാളെ കൊണ്ട് ഇത് പറ്റും. കാര്യങ്ങളൊക്കെ സുമേഷ് ചന്ദ്രൻ വർക്കാവും. സുമേഷ് 2-3 പടം ലീഡ് ചെയ്ത് വർക്കും ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ ഓക്കെ. ഒരു കുത്തിത്തിരിപ്പ് റോൾ കൊടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആർക്ക് കൊടുക്കും? അഭിനയമാണ്. അനു അനു ക്യൂട്ടി ആണ് കുത്തിത്തിരിപ്പ്. അതെ. ഓക്കെ. അതിൽ പ്രാങ്ക് ഉണ്ടാക്കാൻ കാലൻ നോബി ഉണ്ടായിരുന്നു. ബിനീഷിനൊക്കെ പ്രാങ്ക് ഉണ്ടാക്കാൻ പറ്റിയ ആൾക്കാരാണ്. എനിക്കൊരു പ്രാങ്ക് തന്നിട്ടുണ്ടല്ലോ ഷോയില. എൻ്റെ ബർത്ത്ഡേക്ക് അതുപോലെ ഒരു ചെറിയ ടീം തമ്മിൽ അങ്ങോട്ട് ഉടക്കിയ സമയത്ത് എനിക്കത് കയറി പരിഹരിക്കാൻ നിൽക്കണ സമയത്ത് എനിക്കൊരു പ്രാങ്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോഴാണ് മനസ്സിലായത് ഇവരൊക്കെ ഇത്രയും വലിയ നടികറാണെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. അത് ഞാൻ കേട്ടിട്ടുണ്ട്. വിനീഷ് വാസഞ്ചിന്റെ മലയാളം അങ്ങോട്ട് പോകുമെന്നൊക്കെ പറഞ്ഞിട്ട്. അതെ. ആക്ച്വലി അത് ഞാൻ ക്യാമറ കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് PCR നിന്ന് ഇറങ്ങി വന്നത്. പക്ഷെ എൻ്റെ ബാക്കിലിരിക്കുന്ന എൻ്റെ അസോസിയേറ്റ്സും സ്ക്രിപ്റ്റുകാരൊക്കെ കൂടെ അത് ഞാൻ കയറി പോകുന്നോട്ട് റോൾ ചെയ്തു. അപ്പോൾ ഇവരെല്ലാം ചേർന്ന് എനിക്കൊരു ബർത്ത്ഡേ, സാധാരണ അവിടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ വളരെ സംഭവമാണ്. ആരെ ബർത്ത്ഡേ എങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ആഘോഷിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ നോക്കാറ്. അപ്പം 4-5 കൊല്ലമായിട്ട് ഈ ബർത്ത്ഡേ ടൈമിലൊന്നും എൻ്റെ ഷൂട്ട് വരാറില്ല. പക്ഷെ അവിചാരിതമായിട്ട് അന്ന് വന്നപ്പോൾ അതെനിക്കൊരു പണിയായി. ഇങ്ങനെ ഗസ്റ്റിനെ ബർത്ത്ഡേക്ക് വേറെ പ്രാങ്ക് ചെയ്ത്, ഗസ്റ്റിനെ അല്ല നമ്മുടെ പാർട്ടിസിപ്പൻസിനൊക്കെ ചെയ്യാറുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. ഒരു അരപ്പിരി ലൂസ് ക്യാരക്ടർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്ക് കൊടുക്കും? അവിടെ അരപ്പിരി ചെയ്യാൻ പറ്റുന്നത് ബിനീഷ്ജിയും പിന്നെ അനുജിയും പിന്നെ തങ്കച്ചനും ചെയ്യാൻ പറ്റും. തങ്കച്ചനെ എല്ലാം ഓടുമല്ലോ. ആർക്ക് വേണം ഇവരെ പറ്റിക്കാം. അങ്ങനെ ഒരാൾ ആർക്ക് വേണോ പ്രാങ്ക് ചെയ്യാം, നിസ്സാരമായി പ്രാങ്ക് ചെയ്യാം. അനുവിന് തന്നെ. അനുവിന് തന്നെ. ഇപ്പം അനു പഠിച്ചു. പണ്ടൊന്നും മനസ്സിലാവില്ലായിരുന്നു. പിന്നെ കാലക്രമേണ പ്രാങ്ക് തുടങ്ങിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മളൊരു 5 പേർക്ക് പ്രാങ്ക് ചെയ്തിട്ടുണ്ടല്ലോ ഔട്ട്ഡോർ പോയിട്ട് തന്നെ. നമ്മൾ സ്റ്റാർ മാജിക് ഒരു ബ്രേക്ക് ഇട്ടിട്ട് തുടങ്ങിയപ്പോൾ എല്ലാവർക്കും പ്രാങ്ക് ചെയ്തിട്ട് നമ്മൾ തുടങ്ങിയത്. ഒരു 5-6 പ്രാങ്ക് ചെയ്തിട്ടുണ്ട്. ഏറ്റവും വർക്കായത് അനുവും ബിനീഷ് ബാസിനൊക്കെ ആയിരുന്നു. ബെസ്റ്റ് ഡാൻസർ, ഒരു ഡാൻസറിനെ നമ്മൾ കാസ്റ്റ് ചെയ്യണം. അതിൽ നിന്നൊരു നല്ലൊരു ഡാൻസർ. നല്ല ഡയാനായിട്ട് നല്ല ഡാൻസ് ചെയ്യും. ഡയന നല്ല ഒരുപാട് പേര് വന്നിട്ടുണ്ട്. സ്ഥിരമായി നിൽക്കുന്ന ആൾക്കാരിൽ ഡയന നന്നായി ഡാൻസ് ചെയ്യും. ശരി. ഇനി കുറച്ച് സിനിമ ക്യാരക്ടേഴ്സിൻ്റെ പേര് പറയാം. അവരിൽ ആരെയാണ് ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കാന്ന്? അപ്പുക്കുട്ടൻ റോൾ. അപ്പുക്കുട്ടൻ സുധിച്ചാട്ടുണ്ടായിരുന്നല്ലോ, അത് തന്നെയായിരുന്നു അപ്പുക്കുട്ടൻ ചെയ്തുകൊണ്ടിരുന്നത്. കാർത്തുമ്പി അനു അല്ല ഡയാന ചെയ്യും.
ഡയാന. ആ ഇനി ഒരു പൗരുഷമുള്ള ക്യാരക്ടർ, ഒരു ജഗന്നാഥൻ തമ്പുരാൻ കണക്കിനുള്ളൊരു ക്യാരക്ടർ. നമ്മൾ പണ്ടൊരു പൗരുഷം ചെയ്തത് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ഒരു നെപ്പോളിയന്റെ ഒരു ക്യാരക്ടർ ചെയ്തിരുന്നു ഷിയാസിനെ വെച്ച്. അതെ. അയ്യോ, നെപ്പോളിയൻ ഞങ്ങളെ വിളിച്ച് തല്ലിയില്ലെന്നുള്ളൂ. നെപ്പോളി അത് കണ്ടു വീടെടുത്ത് മരിച്ചിരുന്നു. അയ്യോ അയ്യോ, അങ്ങനെ കുറെ ക്യാരക്ടർ ഉണ്ട് നമ്മുടെ മമ്മൂട്ടിയുടെ. പൗരുഷം അങ്ങനെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. തങ്കച്ചനും അഖിലൊക്കെ ചെയ്യുന്ന അതില് ഒരുപാട് അങ്ങനെയുള്ള വന്നിട്ട്, പിന്നെ ഉല്ലാസം ഒക്കെ ചെയ്തിട്ടുണ്ട്. അല്ല പക്ഷെ അത് കോമഡി ആയിരുന്നു. റൈറ്റ് ട്രാക്കിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം കോമഡി ആയിരിക്കുമല്ലേ അവർ ചെയ്ത്. റൈറ്റ് ട്രാക്കില് ഒരു ആസീസ് ഉണ്ടായിരുന്നപ്പോൾ ആസീസ് നല്ല സ്വഭാവം നടന്നു. ആസീസ് ഇപ്പോൾ സൂപ്പർ ഷോയിലുള്ള വിമർശനങ്ങൾ എങ്ങനെയാണ് നേരിടുന്നത്? വിമർശനങ്ങൾ ആക്ച്വലി നമുക്ക് ഗ്രോ ചെയ്യാനുള്ള ഒരു ചവിട്ടുപടിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. വിമർശനങ്ങൾ എല്ലാം നമുക്ക് കാണാൻ പറ്റാറില്ല. ചില സമയത്ത് പലരും മെസ്സേജ് അയക്കും. നമ്മളാരും പെർഫെക്റ്റ് ഒന്നുമില്ലല്ലോ. എല്ലാം ചെയ്ത് അങ്ങനെ 100% വിജയം വരൂ എന്നുള്ളൊരു, അതെല്ലാം ദൈവാധീനം കൊണ്ട് വരുന്നതാണ്. തെറ്റുകളും പിന്നെ മാത്രമല്ല എപ്പോഴും ഒരു പെർഫെക്ഷൻ വരണം നിർബന്ധമൊന്നുമില്ല വർക്കിൽ. അതിൻ്റെ സാഹചര്യങ്ങളും ആ സമയത്തിൻ്റെയും എല്ലാം മിക്സ് ചെയ്തിട്ടായിരിക്കും ഒരു നല്ല പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത്. അപ്പം അതിൽ ചിലപ്പോൾ കുറവുകളുണ്ടാവും. ആ കുറവുകൾ കൃത്യമായിട്ട് ആൾക്കാർ പറഞ്ഞ് ചിലപ്പോൾ കമൻറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വിളിച്ചോ ഒക്കെ പറയാറുണ്ട്. ആക്ച്വലി നല്ലതാണ്. ആക്ച്വലി ഒരു ഷോയുടെ ഒരു ഗ്രോത്ത് ഇപ്പോൾ ആരും ഒന്നും പറയുന്നില്ലെങ്കിലാണ് പ്രോബ്ലം. ഇപ്പം ഞാനൊരു ഷോ ചെയ്തു, അതിനെപ്പറ്റി ആരും ഒന്നും സംസാരിച്ചില്ല. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും സംസാരിച്ചില്ലെങ്കിൽ അതൊരു വിജയമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കും. അതെ 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 അതെ. വിമർശനങ്ങൾ കൂടുക എന്ന് പറഞ്ഞാൽ ആ ഷോ നന്നായിട്ട് കയറിക്കൊണ്ടിരിക്കുന്നു, അത് ആൾക്കാർ കാണുന്നു, വിമർശിക്കാനെങ്കിലും കാണുന്നു. അതെ. ആക്ച്വലി വിമർശനങ്ങൾ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ പല കാര്യങ്ങളും അതിൽ നിന്ന് റിമൂവ് ചെയ്ത് കുറച്ചും കൂടെ നമ്മളത് സ്കില്ല് ചെയ്ത് അടുത്ത സ്റ്റേജിലേക്ക് മാറ്റാൻ ശ്രമിക്കും. ഞാൻ ആ വിമർശനങ്ങൾ അങ്ങനെ കാണുന്നു. നമ്മളെ ചില സമയത്ത് പേഴ്സണലി ഹരാസ് ചെയ്യും. അതുമാത്രമാണ് നമുക്ക് ആക്ച്വലി ബാഡ് ഫീൽ വരാറ്. പക്ഷേ ഷോയിനെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ്സൊക്കെ വരുമ്പോൾ ഒരു ഭൂരിഭാഗം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ചിലപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കും. ആക്ച്വലി അത് നമ്മളൊരു കറക്ഷനാണ്, നമുക്ക് ചിലപ്പോൾ കറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അനാവശ്യമായിട്ട് പറയുന്ന ആൾക്കാരുണ്ട്, അത് നമ്മൾ ഇഗ്നോർ ചെയ്യുക, അത്രേ ഉള്ളൂ. അതെ. ഇത്രയും സൗന്ദര്യമുള്ള ആൾ ക്യാമറയിൽ പുറകെ നിൽക്കേണ്ട, ഫ്രണ്ടിലോട്ട് വരണം, 1-2 ഇതെങ്കിലും കുറച്ചെങ്കിലും ചെയ്യണമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. ഞാൻ തള്ളല്ല, തള്ളുന്നില്ലല്ലോ പരിപാടിയില്ല. അല്ല, എൻ്റെ അടുത്ത് ഞാൻ മനോരമയില് സൂപ്പർ നൈറ്റ് അല്ല കോമഡി ഫെസ്റ്റിവൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉർവശി ചേച്ചിയായിട്ട് ഉർവശി ചേച്ചി എപ്പോഴും പറയും, എടാ മക്കളെ നീ ഇടയ്ക്കൊന്ന് സിനിമയിലൊന്ന് അഭിനയിച്ചു നോക്ക്, ചേച്ചി കൊണ്ടുപോകണമെന്ന് പറയും. പക്ഷെ അതിനുള്ള ധൈര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ അപൂർവമായിട്ടാണ് ഞാൻ സ്റ്റേജിൽ കയറാറ്. സ്റ്റാർ മാജിക്കിൻ്റെ സമയത്ത് വാൻഡേറ്ററി ആണെന്ന് ആദ്യം ചിലപ്പോൾ സ്റ്റേജിൽ കയറുന്നത് ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിജീഷ് അങ്ങനെയുള്ളവർ വന്ന സമയത്താണ് ഞാൻ സംസാരിക്കാനായിട്ട് മൈക്ക് എടുത്തിട്ട് തന്നെ പോകുന്നത്. കാരണം അത് ഞാൻ സംസാരിച്ചാലേ അത് വർക്കൗട്ട് ആവുള്ളൂ. അതുകൊണ്ട് അതിനു മുമ്പ് കയറിയിട്ടുണ്ട് ചെറിയ ചെറിയ അവാർഡ്സ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ. അഭിനയത്തിലേക്ക് ഞാൻ ഇതുവരെ ശ്രമിച്ചിട്ടുമില്ല, അങ്ങനെ ഒരു താല്പര്യം ഇല്ല എന്നല്ല. ചിലപ്പോൾ ഒരു സംഭവം എന്തെങ്കിലും ഓഫർ കിട്ടി കഴിഞ്ഞാൽ ആരും അഭിനയിച്ചു പോകല്ലോ. ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയാണല്ലോ. നല്ലൊരു ഓഫർ കിട്ടി അല്ല, ഈ ക്യാമറ എന്റെ ബാക്കിലിരിക്കുന്ന ചേട്ടൻ എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ അഭിനയിക്കും. നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാകും. അതെ അതെ, നമ്മളിൽ നമുക്ക് അങ്ങനെ ഒരു. അതെ അതെ. ഓക്കെ. സിനിമ ഏതെങ്കിലും ഇപ്പം ചെയ്യുന്നു, അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഉണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ സ്റ്റാർ മാജിക് ചെയ്യുന്ന സമയത്ത് പലരും നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. കാരണം ആ സമയത്ത് അത് പോപ്പുലാരിറ്റി ആയിരുന്നു, ഞാനും അറിയപ്പെടുന്നു ആ ഷോയിലൂടെ. അപ്പോൾ പലരും ഇത് കാണുന്ന സിനിമ ഇൻഡസ്ട്രിയിലുള്ള പലരും നമുക്ക് വേണമെങ്കിൽ ഓരോ വെച്ച് പടം ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വേറെ നോക്കാം, അനുവിന് താല്പര്യമുണ്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് വന്നിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് അതിന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ആ ഷോ ആ സമയത്ത് അത്രയും പോപ്പുലാരിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. പക്ഷെ മനസ്സിലുണ്ട്, ആ സമയത്ത് സെറ്റ് ചെയ്ത കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിന് കൃത്യമായ സമയം വന്നാൽ സിനിമ ചെയ്യും. ഒരു കോമഡി ഫെസ്റ്റിവൽ സിനിമ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു കോമഡി അല്ലേ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി പഴയ ഒരു കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ അത്രയും കോമഡി പടങ്ങൾ ഉണ്ടാവുന്നില്ല. ആരും അത് ട്രൈ ചെയ്യാത്തതാണോ അതോ താല്പര്യമില്ലാത്തതാണോ എന്നറിയില്ല.
ഒരു പടം ചെയ്യുമ്പോൾ അത്യാവശ്യം കുറച്ച് കോമഡിയും എല്ലാം മിക്സപ്പ് ആയിട്ടുള്ളൊരു വേണം എന്നൊരു ആഗ്രഹമുണ്ട്. തന്നാൽ ഞങ്ങൾ വാങ്ങും, തന്നാൽ ഞങ്ങൾ വാങ്ങും. തരാത്തോണ്ടാണ് വരുന്നത് ഞങ്ങൾ പ്രേക്ഷകർ. അല്ല, അങ്ങനെ ഒരു അവസരം വന്നാൽ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യും. അതെ, ഓക്കെ ഓക്കെ. ഇപ്പം ഒരു അംബീഷ്യസ് പ്രോജക്റ്റ്, ഒരു ഷോ ചെയ്യണം എന്ന് ആഗ്രഹം, അങ്ങനെ എന്തെങ്കിലും ഒരു മൈൻഡിലുണ്ടോ? ഇനിയൊരു ചെയ്യണം എന്നൊക്കെ ഉണ്ട്. ഒരു വലിയ ബിഗ് ഒരു കാസ്റ്റിലൊക്കെ ഞാൻ കുറേ കാലങ്ങളായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ മലയാളത്തിലത് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം റേറ്റിംഗ് എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ കോസ്റ്റ് ഫാക്ടറൊക്കെ ഇതാണ്. റാൻഡ് ചെയ്തൊരു ഷോ ചെയ്യണം എന്നൊക്കെ ഉണ്ട്. അതിനുള്ള ലൈനപ്പൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ അത് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ചാനൽസിലൊന്നും ചിലപ്പോൾ ബഡ്ജറ്റ് കൂടുതലായതുകൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ TRP ഇത്ര കിട്ടുമോ എന്നുള്ളൊരു സംശയങ്ങളാണ്. ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ ചാനലിൽ തന്നെ കൂടിപ്പോയ ഇപ്പോൾ വർക്കൗട്ടാണ്. ഏത് ചാനലെടുത്ത് നോക്കിയാലും മനസ്സിലായി. ഷോസ് ഉണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ സോങ് ഉണ്ടായിരിക്കും, സോങ്ങിൻ്റെ ഷോ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കോമഡി ആയിരിക്കും, കൂടിപ്പോയൊരു ഗെയിം ഷോ. ഇത് കൂടുതൽ ഒരു ഫോർമാറ്റുകളും മലയാളത്തിൽ വർക്കൗട്ട് ആവുന്നില്ല. അല്ല, നമുക്കിപ്പം ബിഗ് ബോസ് സ്റ്റേറ്റുകൾ കടന്നു പോയ ഷോയാണ്. അതുപോലെ ഒരു പാൻ ഇന്ത്യൻ ഷോ പല ഭാഷകളിലായിട്ട് പല ചാനലുകളിൽ അത്തരത്തിലൊരു കോമന്റ് ഉണ്ട്. അത് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ഉണ്ടായിരുന്നു. ഒരുപാട് പേരോട് സംസാരിച്ചിട്ടുണ്ട് നമ്മൾ. പക്ഷേ ഇതിൻ്റെ എല്ലാം ഇപ്പോൾ ബിഗ് ബോസ് കുറച്ച് കോസ്റ്റ്ലിയാണ് ഷോ. അത് വലിയൊരു നെറ്റ്വർക്ക് വന്നാലേ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ ചിലപ്പോൾ ഒരു ചെറിയ നെറ്റ്വർക്കിൽ നിന്നൊരു വലിയ ഷോ പറഞ്ഞ് ചിലപ്പോൾ അത് വർക്കൗട്ട് ആവണമെന്നില്ല. അല്ല, എന്തായാലും കുറച്ചുകൂടി ഒരു പാൻ ഇന്ത്യൻ ലെവൽ പല ഇപ്പോൾ സ്റ്റാർ ഉൾപ്പെടെയുള്ള പല ചാനലുകളും നാഷണൽ ചാനലുകളിലും ഉൾപ്പെടെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു കോസ്റ്റ് ബെനിഫിറ്റ് റേഷ്യോയിൽ എനിക്ക് അങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ ഒരു പ്ലാനൊക്കെ ഉണ്ടാക്കിയിരുന്നു ഒരു സമയത്തൊക്കെ. ഞാനത് പലപ്പോഴും അനിൽ സാറൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാറ് എപ്പോഴും പറയും ആ ഒരു കോൺസെപ്റ്റ് അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഈ ചാനലിലില്ലെന്ന് പറയും. അപ്പോൾ നമ്മളെല്ലാം മാറ്റി വയ്ക്കും. നിങ്ങളിപ്പോൾ നിറഞ്ഞു സാറെപ്പോഴും പറയും അത് ഇതൊക്കെ ചെയ്യാം, ഇതിനുള്ള പൈസ ആരും കൊണ്ടുവരും ചോദിക്കും. ഇത് പൈസ കൊണ്ടുവന്നാൽ തന്നെ ഇത് സെയിൽ ചെയ്ത് ഇത് എങ്ങനെ തീർക്കും ചോദിക്കും. അപ്പോൾ നമ്മുടെ കോൺസെപ്റ്റുകളും ക്രിയേറ്റിവിറ്റിയും ഒക്കെ അതിലേക്ക് ചുരുങ്ങിപ്പോകും. ഇത്ര രൂപയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഷോ ചെയ്യേണ്ട അവസ്ഥയിലാണ്. അല്ല, ഇനിയിപ്പം ഒരുപാട് സാധ്യതകളുണ്ടല്ലോ. ഇപ്പം ചാനലിൽ വരുത്താം, അത്തരം ഷോകൾ OTTയിൽ കൊടുക്കാം, വേണമെങ്കിൽ പുതിയൊരു കോൺസെപ്റ്റ് തന്നെ തിയേറ്ററിലേക്ക് വേണമെങ്കിലും. അല്ല, നല്ല ഐഡിയാസ് ഒക്കെയാണ്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ആരും ഇപ്പം ചാനലിലുള്ള എല്ലാ ഷോസും പോണത് TRP ബേസാണ്. എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ആണോ എന്താണെന്ന് അറിയില്ല. അതിൽ ഇത്ര പോയിന്റ് ഇല്ലെങ്കിൽ ഒരു ഷോയും വർക്കൗട്ട് ആയില്ല എന്നുള്ളതാണ്. നാളെ ഒരു കാലഘട്ടത്തിൽ ഈ റേറ്റിംഗ് എല്ലാം ശരിയല്ലായിരുന്നു, അന്ന് ആ പരിപാടിക്ക് 5 ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും തിരിച്ചങ്ങോട്ട് പോകും. ഓ ശരിയാണ്, ആ ഷോ അല്ലായിരുന്നു പറയും. അതാണ് ഇപ്പോഴത്തെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ ഏതാണ് വർക്കൗട്ട് ആവണേന്ന് ജഡ്ജ് ചെയ്യാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലേ? കറക്റ്റ് അല്ലേ? അല്ല, നമ്മള് ഒരുപാട് ആഗ്രഹിച്ച് ഒരു നല്ലൊരു കോണ്ടന്റ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് അത് വലിയ സംഭവമാണ് നമ്മളും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ പറയും. അപ്പം നമ്മൾ വിചാരിക്കും ഇതാണ് ഈ ആഴ്ച റേറ്റിംഗ് കൊണ്ടുവരാൻ പോകുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ് നമ്മളിത് ഏറി തിരിച്ചു വന്ന റിസൾട്ട് വേറെ ആയിരിക്കും. അപ്പം അത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ പറയും അതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു കേട്ടോ എന്ന് പറയും. അതാണ് ആക്ച്വലി സംഭവിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു കോണ്ടന്റ് വാല്യൂ മനസ്സിലാക്കി അത് സംസാരിക്കുന്ന ആൾക്കാർ കുറവാണ്. എല്ലാവരും ആ TRPയും അതിൻ്റെ സെല്ലിംഗ് പോയിന്റും മാത്രമാണ് മേലെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും. ആരും വിമർശിക്കല്ല ഞാൻ. അവർ ഇത് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് ഒരുപാട് ദിവസം വരുന്ന ക്രിയേറ്റീവിലൂടെ നമ്മൾ ചിന്തിച്ച് ഉണ്ടാക്കുന്ന ഒരു വർക്കിന് ആ പോയിന്റ് വന്നില്ലെങ്കിൽ വാല്യൂ ഇല്ല എന്നുള്ളതാണ് അർത്ഥമാക്കേണ്ടത്. ചിലപ്പോൾ ഒരു നല്ല പ്രോപ്പർട്ടി ആയിരിക്കും, ചിലപ്പോൾ അന്നത്തെ ദിവസം ഇപ്പോൾ ഒരു 5 പോയിന്റ് കിട്ടേണ്ട ഒരു പ്രോപ്പർട്ടി അന്ന് ടെലികാസ്റ്റ് ചെയ്യണം. അന്ന് എവിടെയെങ്കിലും മഴ പെയ്തോ, അതിൻ്റെ ഓപ്പോസിറ്റ് ക്രിക്കറ്റോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വേറൊരു ഇവൻറ്റോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെ സാരമായി ബാധിച്ച് ആ പ്രോഗ്രാം താഴേക്ക് പോകും. അപ്പോൾ ആ മെഷർമെൻറ്റിൽ ആൾക്കാർ അതിനെ അളക്കുമ്പോൾ അത് റൈറ്റ് ആണോ റോങ് ആണോ എന്ന് ചിന്തിക്കണം. എന്തായാലും ഒരു റൈറ്റ് ഡയറക്ഷനിൽ ആൾക്കാർ ചിന്തിച്ചിട്ട് നല്ല ഷോ ഉണ്ടാവട്ടെ. പിന്നെ ഒറ്റൊരു ക്വസ്റ്റ്യൻ, ഒരുപാട് ആൾക്കാർക്ക് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഷോയാണ്. അപ്പം സൂപ്പർ ഷോ ആയാലും സ്റ്റാർ മാജിക്. ബ്രോയെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു നാഷണൽ ഓർ ഇൻ്റർനാഷണൽ ഷോ ഏതാണ്? നമ്മുടെ യൂറോവിഷൻ ഷോസൊക്കെ ഞാൻ ആസ്വദിക്കാറുള്ളതാണ്.
അതെല്ലാ കൊല്ലം വരുമ്പോൾ ചെയ്യാറുണ്ട്. ഓസ്കാർ വേദികൾ അതെല്ലാം നമ്മൾ കാണുന്നതാണ്. പിന്നെ ഗോൾഡൻ ഗ്ലോബ് അതെല്ലാം നമ്മൾ കാണാറുണ്ട്. പിന്നെ എക്സ് ഫാക്ടർ ഇങ്ങനെയുള്ള ഷോസ്. ഇതിൻ്റെ റീൽസ് എപ്പോഴും നമ്മുടെ ഇൻസ്റ്റയിൽ വന്നുകൊണ്ടിരിക്കും. ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തത് അങ്ങനെയുള്ള ഷോസാണ്. ഒരു പാൻ ഇന്ത്യൻ ഷോസിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർ മാജിക്. ഈ വണ്ടി തള്ളാൻ വേറൊരാളെ അല്ല, അത് ഒരുപാട് ഷോസ് ഉണ്ട്. നമ്മുടെ കപിൽ ഷോ തന്നെ നല്ല എക്സാമ്പിളാണ്. അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡും അതിൻ്റെ ഒരു അവതരണമൊക്കെ, പ്രത്യേകിച്ച് കപിൽ അങ്ങനെയുള്ള ഒരാളെ വെച്ച് നോക്കുമ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കരൺ ജോറിൻ്റെ ഷോസ് കാണാറുണ്ട്. പിന്നെ ബിഗ് ബോസ് കാണാറുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ നമുക്ക് നമ്മൾ ചാനൽ ഫീൽഡ് ആയതുകൊണ്ട് റുട്ടീനായിട്ട് കാണാൻ പറ്റാറില്ല. എല്ലാം നല്ലതാണ് പല ആസ്പെക്റ്റ് വെച്ച് നോക്കുമ്പോൾ. അതിൽ പക്ഷെ നമ്മളുടെ ഒരു ആശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷോയിൽ എന്തെങ്കിലും ഒരു ഘടകം ഉണ്ടായിരിക്കും. ചിലപ്പോൾ ആ ഘടകം മാത്രമായിരിക്കും അതിനകത്ത് ഇഷ്ടപ്പെടുക. അത്തരത്തിൽ ഒരു ഞെട്ടിക്കുന്ന ഷോ, ഇത്തരം ബാരിയേഴ്സിനൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ട് ഒരു പുതിയ ഷോയുമായിട്ട് ഒരു ബ്ലോക്ക് ബസ്റ്റർ അല്ലെങ്കിൽ ലോകം മൊത്തം ആസ്വദിക്കുന്ന ഒരു ഷോ ആയിട്ട് വരാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഒപ്പം സൂപ്പർ ഷോ ഇനിയും ഹൈറ്റ്സിലേക്ക് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്.